ഹായ്, സെയിൽ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, റോസ് അല്ലാതെ തന്നെയുള്ള കുറച്ച് പൂച്ചെടികളൊക്കെ പരിചയപ്പെടാം. പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കിട്ടാത്തവരുടെ ഒരു അപ്ഡേഷൻ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയണം. ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിരിക്കും അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആന്തൂറിയം കളക്ഷൻസ് കാണാം. ആന്തൂറിയത്തിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഇതിന് മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ട്. റെഡ് കളർ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ ഉണ്ടായിരുന്നു. വൈറ്റൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന കേട്ടോ, അത് മിനിയേച്ചറായിട്ട് നിൽക്കുന്ന ആന്തൂറിയം. അപ്പോൾ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള 2-3 ക്യൂട്ട് കളേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. പ്ലാന്റ് തന്നെയാണ് ആദ്യം, പ്ലാന്റിൻ്റെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബുഷി പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു പോട്ട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്ലാന്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാം, ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരുമിച്ച് വയ്ക്കുവാണെങ്കിൽ അതും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉള്ള ആന്തൂറിയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. കണ്ടോ, എന്ത് ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് ആണെന്ന് നോക്കിയാൽ 2 ഷൂട്ട്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതേ നോക്കുക, നല്ല പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കളറൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. 2-3 കളേഴ്സ് ഞാനിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. റെഡ് ഉണ്ട്, റെഡ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള 2-3 കളേഴ്സ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടില്ല, നല്ല ക്യൂട്ട് കളറല്ലേ. അപ്പോൾ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പ് മെസ്സേജ് അയക്കുക. കോൾസ് വഴിയല്ല, മെസ്സേജ് വഴിയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഏത് ചെടികളിലോ, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, റോസുകളായിക്കോട്ടെ, എനിക്ക് ഈ ഒരു യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ യെല്ലോ കളറിലുള്ള ആന്തൂറിയം ആണ് ഇത്. നോക്കുക എന്ത് ഫ്രഷ് ആയിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതും ബുഷി പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടോ, നല്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ ജസ്റ്റ് പോട്ടൊന്ന് മാറ്റുന്നു എന്നേ ഉള്ളൂ. അതേ ചകിരിച്ചോറിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. സേഫായിട്ട് തന്നെ പ്ലാന്റ് എത്തും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ തരാം. നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ യെല്ലോ ആണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത്. ഇനി അടുത്തത് മറ്റൊരു കളർ കാണാം. ഇനി അടുത്തായിട്ട് കാണിക്കുന്ന ആന്തൂറിയം നമുക്ക് പ്ലാന്റ് അധികം ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഓർഡർ തരാം, പ്രീ ഓർഡർ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. കാരണം എപ്പോഴും കിട്ടാത്തൊരു കളറാണ്. അപ്പോൾ ഒരു ഒന്നേ ഉള്ളൂ, ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നതാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. വൈറ്റ് പോട്ടിലൊക്കെയാണ് നിങ്ങൾ ആന്തൂറിയം സെറ്റ് ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ, ഇൻഡോർ പോട്ടിൽ വയ്ക്കുന്നതെങ്കിൽ ഈ ഒരു കളർ ഒരു അസാധ്യ സൗന്ദര്യമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഭംഗി നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു കളർ. ഒരു പീച്ച് ഷെയ്ഡാണെന്നൊക്കെ തോന്നുന്നു. അത്രയും സുന്ദരിയായിട്ടുള്ളൊരു ആന്തൂറിയമാണ്. എനിക്കിതിൻ്റെ ഈ ഒരു പീസാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നമുക്ക് പ്രീ ഓർഡർ വഴി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ആന്തൂറിയം പ്ലാന്റ്സും വൈറ്റ് ഇൻഡോർ പോട്ടിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു ലുക്ക് തരുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് നിങ്ങളുടെ വീടൊന്ന് അലങ്കരിച്ച് വെക്കണമെങ്കിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് ആന്തൂറിയമാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ആന്തൂറിയം കെയർ ചെയ്യാനായിട്ട് സുഖമായിരിക്കും. കാരണം മറ്റു പ്ലാന്റ്സൊക്കെ ചൂടത്ത് ആകെ വല്ലാണ്ട് നിൽക്കുമ്പോൾ ആന്തൂറിയം പ്ലാന്റ്സൊക്കെ കുറച്ച് നമ്മുടെ തേങ്ങയുടെ ആ ഒരു തോടുണ്ടല്ലോ, ആ ചകിരി, അതൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് നിങ്ങൾ നട്ട് കൊടുക്കുവാണെങ്കിൽ ഈർപ്പം നിലനിർത്തി ഇഷ്ടംപോലെ പൂക്കളൊക്കെ തന്നിട്ട് ഈ ഒരു കാലാവസ്ഥയിലും നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആന്തൂറിയം. ഇനി ഞാൻ കാണിക്കുന്നത് വേറൊരു വെറൈറ്റി ആണ്. ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും. ഒരുപാട് എല്ലാ പ്ലാന്റ്സിലും പൂക്കളുണ്ട്, പക്ഷേ ഇതിൽ കുറച്ചധികം പൂക്കൾ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. കണ്ടോ, ഈ ഒരു ആന്തൂറിയം. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എൻ്റെ കയ്യിലൊരു ബിഗ് പ്ലാന്റ് ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ അതിൻ്റെ. അപ്പോൾ ആ ലൈറ്റ് കളറല്ല ഇത്, കുറച്ച് ഡാർക്കായിട്ട് വരുന്ന ഒരു ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റും ഈ ഒരു കളറും കൂടി മിക്സായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ കയ്യിൽ നല്ല വലിയൊരു പോട്ടിൽ ബുഷിയായിട്ട് നിൽക്കുന്നത്. അതിലും ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ
ഇത്രയാണ് നമ്മുടെ ആന്തൂറിയത്തിൽ വന്നിട്ടുള്ള കളേഴ്സ്. ഇതല്ലാണ്ട് വൈറ്റ് മിനിയേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റെഡ് ഉണ്ട്, അങ്ങനെ ചോക്ലേറ്റ് കളർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഓർഡർ തരാം. വലിയ പ്ലാന്റ്സ് ആണ്, ബുഷി പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ്സ് ഏതാ ഉള്ളതെന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ താരം എന്നൊക്കെ തന്നെ പറയാം. ഇത് മാൻഡ്വില്ല റെഡാണ് കേട്ടോ. ഇത്രയും ഫ്രഷായിട്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ പ്ലാന്റ്സ് മാൻഡ്വില്ല റെഡിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ്, യെല്ലോ ഇതൊക്കെ കോമൺ ആണ്. റെഡും റോസ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയാണ് നമുക്ക് കുറച്ച് റെയറായിട്ട് വരുന്നത്, അതും വലിയ പ്ലാന്റ്സ് കേട്ടോ. ഈ റെഡ് മാൻഡ്വില്ല പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ നട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് റേറ്റും മറ്റു മാൻഡ്വില്ലകളൊക്കെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കിട്ടി വരുന്നത് ചെറിയൊരു തൈയായിരുന്നു. അതും നമുക്ക് ചകിരിച്ചോറിലല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കാരണം ഞാൻ മാൻഡ്വില്ല റെഡ് അധികം അങ്ങനെ എടുത്തിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ എടുത്ത് കൊടുക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ എനിക്ക് വിട്ട് കളയാൻ തോന്നിയില്ല. കാരണം 3-4 ബ്രാഞ്ചസൊക്കെ ആയിട്ട് നല്ല മുന്നോട്ടുള്ള അതിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിറച്ച് പൂക്കളും മുട്ടുകളൊക്കെയുള്ള മാൻഡ്വില്ല പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു പ്ലാന്റ് ഞാൻ നട്ട് വെച്ചിട്ട് ഇത്രയും ഭംഗി കണ്ടു കഴിഞ്ഞാൽ ആരും വിട്ട് കളയില്ല. അപ്പോൾ ഞാൻ പോട്ട് ചെയ്തേക്കുന്ന കാണിച്ചു തരാം. ഈ മാൻഡ്വില്ല വന്നേക്കുന്നത് ചകിരിച്ചോറിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചകിരിച്ചോറ് അത്രയും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ. കാരണം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മാൻഡ്വില്ലയാണ്. പിടിച്ച് കിട്ടാത്തവർക്കൊക്കെ ഇത് ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് വാങ്ങി നട്ട് കഴിഞ്ഞാൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. ഗ്രോത്തും പെട്ടെന്നായിരിക്കും. ഞാനപ്പോൾ ഈ വീഡിയോയിൽ പിങ്ക് കളർ കാണിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിങ്കും ഈ ഒരു സൈസിലൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ ഗാർഡനിൽ ഒരു യെല്ലോ കളർ നട്ടിട്ടുണ്ട് കേട്ടോ. അത് പടർന്നു പോയിട്ടുണ്ട്. ടെറസിലോട്ട് കയറ്റാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനപ്പോൾ അതും ഷോർട്സൊക്കെ ആയിട്ട് ഷോർട്സ് വീഡിയോ ആയിട്ട് പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. നിറച്ച് മുട്ടിട്ട് നിൽക്കുവാണ്. പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, മാൻഡ്വില്ല നല്ല ഭംഗിയുള്ള റെഡ് പൂക്കളാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ ഒന്ന് പന്തലൊക്കെ ഇട്ടിട്ട്, അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പടർത്തി കയറ്റി വിടുക. ചില ആകൃതിയിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് ഞാൻ നട്ടുവച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു പ്ലാന്റാണ് ഞാൻ എടുത്തത്. അതായത് നമുക്ക് വന്ന പ്ലാന്റിൽ ചെറിയൊരു പ്ലാന്റ്, ചെറുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സെയിലിനായിട്ട് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് ഏറ്റവും ഒരു ചെറിയ പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം റെഡ് മാൻഡ്വില്ലയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗാർഡനിൽ ഏറ്റവും സന്തോഷമുള്ളത് ഇപ്പോൾ ഈ ഒരു സുന്ദരി വന്നതാണ് കേട്ടോ. കാരണം പിടിച്ചു കിട്ടാൻ ഭയങ്കര പാട്. ഇത്ര ഹെൽത്തി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ്സിലെ ഏറ്റവും സുന്ദരിയാണ് റെഡ് മാൻഡ്വില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. ഇത് ചെത്തി, ഒരുപാട് വെറൈറ്റി ചെത്തികളുണ്ടല്ലേ. നാടൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബുഷി ആയിട്ടുള്ള പിങ്ക് കളറ് ചെത്തിയാണ്. എനിക്ക് കാവടി പോലെയൊക്കെ നമ്മുടെ ഉത്സവത്തിനൊക്കെ വരുന്ന കാവടി പോലെയാണ് കേട്ടോ ഈ ചെത്തിയുടെ പൂക്കൾ കാണുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും സെയിലുള്ളത് റെഡായിരുന്നു. അമ്പലത്തിലോട്ടൊക്കെ എടുക്കുന്ന റെഡ് കളറില്ലേ, അതിനൊരു പ്രത്യേക പേരുണ്ട്, അശോക ചെത്തി എന്നോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ പേര്. നിങ്ങൾക്കറിയാമല്ലോ പ്ലാന്റ്സിനെ പറ്റി എനിക്ക് വലിയ ധാരണ അങ്ങനെയൊന്നും ഇല്ല. സൗന്ദര്യം കണ്ടിട്ടാണ് മിക്ക പ്ലാന്റ്സും ഞാൻ പൊക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ചെത്തി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെത്തി അറിയാലോ, നമുക്കൊരു കുറ്റിച്ചെടിയാണല്ലേ, നല്ല ബുഷിയായിട്ട് വെട്ടിക്കൊടുത്തൊക്കെ വളർത്താൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ പൂന്തോട്ടം ഏറ്റവും നന്നായിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചെത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് പൂക്കൾ തരും, സങ്കടപ്പെടണ്ടല്ലേ. അധികം കെയറിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. നട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നങ്ങ് വളർന്നോളും. എന്നാൽ ഭംഗിയാ, നല്ലൊരു സുന്ദരിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറുണ്ട്, ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. ഈ ഒരു കളറുണ്ട്, പിന്നെ യെല്ലോ കളറുണ്ട്. യെല്ലോ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചെത്തിയിലും യെല്ലോ കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടോ. അപ്പോൾ യെല്ലോ കളറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും സെയിലിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് റെഡാണ്.
റെഡ് കളറും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഞാനൊരു റെഡ് നട്ടിട്ട് നല്ല വലിപ്പത്തിലൊക്കെ പോയിട്ടുണ്ട്. ചെറുതായിരുന്നപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ്. ഇപ്പോൾ അത് വലുതായിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ചെത്തി കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ സെയിലിന് വന്നേക്കുന്ന ഒരു പ്ലാന്റ് സൈസും, അതായത് റെഡ് ചെത്തിയുടെ പ്ലാന്റ് സൈസും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളറിൽ ചെത്തി വലിപ്പമുള്ളത് വേണമെങ്കിൽ അങ്ങനെയും എടുത്തു തരൂ കേട്ടോ. ഇതിപ്പോൾ വലിപ്പം അധികം ഇല്ലാത്ത പ്ലാന്റ്സാണ് റെഡിൻ്റെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ യെല്ലോ കളറൊന്ന് ജസ്റ്റ് കാണിച്ചോട്ടെ. ഇതാണ് നമ്മുടെ യെല്ലോ കളർ ചെത്തി കേട്ടോ. ഇതും നല്ല വലിപ്പമുള്ള പൂക്കളായിട്ട് നിൽക്കുന്ന ചെത്തിയാണ്. മിക്കവരുടെയും കയ്യിൽ ഉണ്ടാകുമല്ലേ, കാരണം നമുക്കൊക്കെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ടുള്ള ഒരാളാണ് ഈ ചെത്തി എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടുമുണ്ട്. ഇതൊക്കെ ആഗ്രഹിക്കുന്ന നൊസ്റ്റു ആണ് ചെത്തിയൊക്കെ. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പല രീതിയിൽ നിൽക്കുന്ന ചെത്തികൾ ഞാൻ ഗാർഡനിൽ കണ്ടിട്ടുണ്ട്. കണക്കെ നിൽക്കുന്ന റെഡ് ഉണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം കേട്ടോ. അത് നല്ല അടിപൊളി ചെത്തിയാണ്. ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന റെഡ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. അപ്പോൾ ആ റെഡും കാണിച്ചു തരാം. ഇതാണ് യെല്ലോ പ്ലാന്റ് സൈസ്. യെല്ലോയുടെ പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ ചെറുത് തൊട്ടും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെഡ് ചെത്തിയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല. ഫ്രഷായിട്ട് ഇതുപോലെ നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇതുപോലൊരു ചെടിയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് ഇപ്പോൾ നല്ല വലിപ്പമായി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ചെത്തി അയച്ചു തരുന്നത്. പിങ്ക് ആ സെയിം പ്ലാന്റ് തന്നെയാണ്. യെല്ലോയും ഈ സെയിം പ്ലാന്റ് ആണ്. റെഡിൻ്റെ തൈയാണ് ഇങ്ങനെ പൂവില്ലാതെ പുതിയ തൈയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നട്ടു വെച്ചിട്ടുള്ള എൻ്റെ ചെത്തി കേട്ടോ, റെഡ് കളർ ചെത്തി. അപ്പോൾ ഇതിൽ പൂവൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ കൊടുത്തായിരുന്നു. നല്ല വലിപ്പമുള്ള, അതായത് കയ്യിൽ ഒതുങ്ങില്ല ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത്. അത്രയും വലിപ്പമുള്ള എന്താണ് ഒരു കുട പോലെയൊക്കെ നിൽക്കുന്നു എന്ന് പറയില്ല, അങ്ങനെ നിൽക്കുന്ന ചെത്തിയാണ്. എല്ലാം അങ്ങനെയാട്ടോ. പിങ്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ദേ ഈ ഒരു ചെത്തിയുടെ തൈകളാണ് ഞാൻ നേരത്തെ കാണിച്ചത്, പൂവില്ലാതെ. പക്ഷേ എന്ത് ഫ്രഷായിട്ടുള്ള തൈകളാണെന്ന് അറിയും. ഇത് കുറച്ച് നാൾ നിങ്ങൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇതിൽ ഫ്ലവർ ആവും കേട്ടോ. ഇത് ഫ്ലവർ ആവാറായിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളാണ് റെഡിൻ്റെ ഉള്ളൂ. പിങ്കൊക്കെ സെയിം ആണ് കേട്ടോ. ഇനി നമുക്ക് ജെറബറ പ്ലാന്റിൻ്റെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ആ കളർ ഞാൻ കാണിച്ചു തരാം. അത് ഫ്രഷായിട്ടുള്ള നല്ല വലിയ പ്ലാന്റ്സ് ആണ് ജെറബറ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതും കൂടി കാണിക്കാം. ഇതാണ് നമുക്ക് ജെറബറ വന്നിട്ടുള്ളത്. എനിക്കറിയാം ജെറബറ ലവേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഞാൻ എപ്പോഴും സെയിലിന് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ കൊണ്ടുവന്ന പ്ലാന്റ്സ് പോലെയല്ല, നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കളറേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതാണ് പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ട് നൽകുന്ന പ്ലാന്റാണ്. വലിയ പൂക്കളിൻ്റെയാണ്. എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ ഒരു ജെറബറ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡ്. അതിപ്പോഴും അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ആ ജെറബറ നട്ടിട്ട്. ഇത്രയും ചൂടായിട്ട് പോലും ആൾ നിൽക്കുന്നുണ്ട്. ഓരോ പൂക്കൾ വെച്ചാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഓരോ പൂവ് വെച്ച് എപ്പോഴും തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ഈ ജെറബറയൊക്കെ പിടിച്ച് കിട്ടുന്ന ചെടിയാണോ, നശിച്ചു പോയില്ലെന്ന്. നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വളർത്തി കൊണ്ടുവരാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് അമ്മ വീട്ടിലെ എൻ്റെ റെഡ് കളറിലെ ജെറബറ കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു കളർ നല്ല അടിപൊളിയാണ്. അതുപോലെ നമുക്ക് ഫേണിൻ്റെ ബുഷി ആയിട്ടുള്ള ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം. ഫേണിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ അപ്ഡേഷൻ, നമ്മുടെ കൊറിയറിൻ്റെ അപ്ഡേഷൻ പറയുവാണെങ്കിൽ കുറച്ച് പേർക്ക് ഇപ്പോൾ പുതിയ റോസിൻ്റെ സെയിൽ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം ചൂട് തന്നെയാണ്, എനിക്ക് പ്ലാൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ലോഡ് എടുക്കുന്നത് കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. കോമൺ ആയിട്ട് കിട്ടുന്ന പ്ലാൻസ് ആണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനത്തെ പ്ലാൻസൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റോസ് വന്നാൽ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഓർഡർ തന്നിരിക്കുന്നവരുടെ സ്റ്റോക്ക് വന്നാലും കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കിട്ടാത്തവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 7-8 പ്ലാന്റ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അയക്കാത്തത്. കാരണം നിങ്ങൾ കൊറിയർ പേ ചെയ്തേക്കുന്നത് ഒരു എമൗണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 2-3 പ്ലാന്റ്, പിന്നെ 2 പ്ലാന്റ് അങ്ങനെ അയക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൊറിയറിൻ്റെ ക്യാഷ് അടച്ചേക്കുന്നതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. നമ്മുടെ എക്സ്ട്രാ ക്യാഷ് ആവും. അതുകൊണ്ട് അതൊന്ന് കിട്ടാൻ വേണ്ടിയാണ്. ചൂട് കൂടുതലായതുകൊണ്ട് പ്ലാന്റ്സ് വരുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ
മനസ്സിലാവും അത് എന്തോരം വെറൈറ്റി റോസുകൾ ഞാൻ സെയിലായിട്ട് കൊണ്ടുവരുന്നതാണല്ലേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ലല്ലോ. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് എപ്പോഴും ഉണ്ട്. അതായത് ചെറിയ കവർ റോസുകൾ അതെല്ലാം എപ്പോഴും വരുന്നുണ്ട്. പക്ഷെ ഞാനത് എടുക്കാറില്ല. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് അയച്ചു തന്നാലും പിടിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കുന്നത് കുറവാണ്. അപ്പോൾ ഇനി കുറച്ച് പേർക്കാണ് പ്ലാൻസ് അയക്കാനുള്ളത്. പിന്നെ പ്രീ ഓർഡറുകാർ എന്തായാലും വെയിറ്റ് ചെയ്യണം. വലിയ പ്ലാൻസൊക്കെ വരണമെങ്കിൽ തമിഴ്നാട്ടിൽ നല്ല ചൂടാണ്. നമ്മൾ വലിയ പ്ലാൻസിന് വേണ്ടി ആശ്രയിക്കുന്ന ഗാർഡനുകളിൽ പോലും റോസുകൾ ഇപ്പോൾ വരുന്നില്ല. തമിഴ്നാട്ടിൽ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചൂട് നമുക്കറിയാം നമ്മുടെ ഇവിടെയുള്ള ചൂട് എന്തുമാത്രമാണെന്ന്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും മറ്റു റോസുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് വരുന്ന റോസുകളെല്ലാം ഉണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല. കോമൺ റോസുകൾ നമ്മളെടുത്താലും ഈ ചൂടത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. വെറൈറ്റി റോസുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എടുക്കും. അതുപോലെ തന്നെ പെൻഡിങ് നിങ്ങൾക്ക് കിട്ടാനുള്ള റോസുകളും വന്നു കഴിഞ്ഞാൽ എടുക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട. ടെൻഷൻ ആവാൻ പാകത്തിനും ഞാൻ എന്താ ടെൻഷനാകത്തെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അയക്കാനില്ല, കുറച്ച് പേർക്കേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല പ്ലാൻസ് വന്നിട്ട് അയക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. പ്ലാൻസ് കിട്ടാൻ ലേറ്റ് ആവുന്നവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സ്ട്രാ പ്ലാൻസ് ഞാൻ തരുന്നതായിരിക്കും. അത് മാർച്ചിൽ ഓർഡർ ചെയ്തവർക്കല്ല. ഞാൻ പറയട്ടെ, ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് പ്ലാൻസിന് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുന്ന എന്നോട് സഹകരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണ് ഞാൻ എക്സ്ട്രാ പ്ലാൻസ് വയ്ക്കുന്നത്. ഈ മാർച്ചിലൊക്കെ ഓർഡർ തന്നിട്ട് 20 ദിവസം ആകാതെ തന്നെ പ്ലാൻസ് അയച്ചിട്ടില്ലേ, എന്താണ് നിങ്ങൾ അയക്കാത്തത്? അതായത് നമ്മുടെ ഗ്രീറ്റിംഗ് മെസ്സേജിൽ 20 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അത് കണ്ടിട്ട് ഇങ്ങനെ പ്ലാൻസ് എന്താണ് അയക്കാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് സെയിൽ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ആ ഗ്രീറ്റിംഗ് മെസ്സേജൊക്കെ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ നോക്കുക. അതിൽ നമ്മൾ എപ്പോഴാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റാതെയും വന്നിട്ടുണ്ട്. ഇത്രയും 3 മാസങ്ങളായിട്ടും പ്ലാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ അത്രയും എൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ക്ഷമയോടുകൂടി നല്ല പ്ലാൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല പ്ലാൻസ് തന്നെ കിട്ടുന്ന സമയത്ത് അയച്ചു കൊടുക്കുന്നുമുണ്ട്. ധൃതി പിടിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും മോശമായി കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ല നമ്മൾ മോശം പ്ലാൻസ് അയക്കുന്നതല്ല, നല്ല പ്ലാൻസ് അയക്കുന്നതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഇപ്പോൾ പാക്കിങ്ങിന് എടുക്കുന്ന സമയത്തൊക്കെ പ്ലാൻസിന് എന്തെങ്കിലും ഒരു ഒടിവോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റയർ പ്ലാൻസാണ് എപ്പോഴും സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ റെഡ് പിനോക്കിയോ, കോമൺ റെഡ് പിനോക്കിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന കുറച്ച് വലിയ പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് റയറാണ്. വലിയ പ്ലാൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയറായിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ പ്ലാൻസ് എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കാശ്മീരി റോസ് വലിയ പ്ലാന്റ് ഓർഡർ ചെയ്താൽ പോലും അത് നമ്മുടെ ഗാർഡനിൽ റെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് സഹകരിക്കുക, ലേറ്റായി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എക്സ്ട്രാ പ്ലാന്റ് എന്തായാലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി കുറച്ച് ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടെങ്കിലും സെയിലിൽ കൊണ്ടുവരുന്നത്, വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് കുറവാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. റോസ് കൊണ്ടുവരില്ലെന്നല്ല കേട്ടോ, റോസ് വരട്ടെ. റോസ് വരുന്ന സ്ഥലത്ത് ആകെ ചൂട് പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.